ആദ്യമായി നബിദിനം കൊണ്ടാടിയതാരാണ്? നമ്മുടെ സംഘടനാ സംവാദങ്ങളിൽ സ്ഥിരമായി ചോദിക്കപ്പെടാറുള്ള ഒരു ചോദ്യമാണത്. ഈ ചോദ്യത്തോടൊപ്പം സ്ഥിരമായി ചേർക്കപ്പെടാറുള്ള ഒരു ഉത്തരവുമുണ്ട്: മുളുഫർ രാജാവ്. ഈ ചോദ്യവും ഉത്തരവും കൊണ്ട് അവസാനിക്കുന്ന ഒരു നാമമായി മാത്രമാണ് മുളുഫറിനെ പറ്റി നമ്മുടെ നാടുകളിൽ അറിയപ്പെടുന്നുള്ളൂ. എന്നാൽ അതിൽ കൂടിയ ഒരു ചർച്ച ആ തുർക്കി യുദ്ധവീരനെ പറ്റി നമുക്കിടയിൽ ഉണ്ടാവാറില്ല. ശരിക്കും മുളുഫർ എന്ന നാമത്തിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. മുളുഫറുദ്ദീൻ അഥവാ മുളുഫറുദ്ദീൻ ഗോക്ബോരി മധ്യകാല മുസ്ലിം ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു നാമമായിരുന്നു അത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു എന്ന മഹാ സൈനിക നേതാവിന്റെ അല്ലെങ്കിൽ മഹാ സുൽത്താന്റെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപനായിരുന്നു മുളുഫർ രാജാവ്. അദ്ദേഹത്തെ പറ്റി മഹാനായ ഇമാദുദ്ദീൻ ഇസ്ഫഹാനി ഒരിടത്ത് പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഓങ്ങി നിൽക്കുന്ന ഒരു സിംഹമായിരുന്നു ആ ഗോക്ബോരി. ഏറ്റവും വിശ്വസ്തനും അടിയുറച്ചവനുമായ സൈന്യാധിപനുമായിരുന്നു. മുനാഫറുദ്ദീൻ, അങ്ങനെയാണ് മധ്യകാല മുസ്ലിം മധ്യേഷ്യൻ തീരങ്ങളിലെ സ്ഥിരം തലവേദനയായ ഫ്രാങ്ക് കുരിശു സൈന്യം അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പ്രധാന സൈന്യാധിപന്മാരിൽ ഒരാളും നൂറുദ്ദീൻ ജംഗിയുടെ വിശ്വസ്തനുമായിരുന്ന ആർബിലിലെ രാജാവായിരുന്നു മുളാഫർ രാജാവ്. കുരിശുകാർ ഭയപ്പാടോടെ അല്ലാതെ അദ്ദേഹത്തെ ഓർക്കാറില്ല. വടക്കൻ സിറിയയും മെസപ്പൊട്ടോമിയും തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിൽ മുനാഫറുദ്ദീന്റെ പങ്ക് അവർക്ക് മറക്കാനാവില്ല. അവസാന ശ്രമം എന്ന നിലയിൽ ഇംഗ്ലീഷ് രാജാവ് റിച്ചാർഡിന്റെ നേതൃത്വത്തിൽ ഒന്നുകൂടെ തയ്യാറെടുത്ത് വന്നപ്പോഴും ആ ഗോക്ബൂരി സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലയുടെ കൂടെ ഉണ്ടായിരുന്നു. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് സകല പിന്തുണയുമായി ഒരു വൻ സൈന്യത്തെയും കൊണ്ട് ഇമാദുദ്ദീൻ പറഞ്ഞതും ഈ ഗോക്ബൂരിയെ പറ്റി തന്നെയാണ്. മധ്യകാല മുസ്ലിം രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ആ തുർക്കിക്ക് പക്ഷേ സഹ്യനാലും സമുദ്രമാലും ചുറ്റപ്പെട്ട് ദൈക്ഷണികമായും ഒറ്റപ്പെട്ട ആധുനിക മലയാളി മുസ്ലിം എന്ന് സ്വയം അവകാശപ്പെടുന്നവർക്ക് മുമ്പിൽ ഒരു മോശം ചിത്രമാണ്. കുരിശുലോകം പേടിയോടെ മാത്രം ഓർത്തിരുന്ന ആ തുർക്കിയുടെ പേര് നമുക്ക് സുപരിചിതമാണ്. ഈ ഉമ്മത്തിൽ ദൈവമാർഗത്തിൽ പടവെട്ടിയ മറ്റ് പല തുർക്ക് വീരന്മാരെ അറിയില്ലെങ്കിലും തർക്കത്തിൽ മാത്രം മതം മനസ്സിലാക്കുന്ന മലയാളിക്ക് ആ മഹാൻ അറിയാം. അദ്ദേഹമാണ് ചീഞ്ഞളിഞ്ഞ നമ്മുടെ തെരുവ് സംവാദങ്ങളിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന മുളുഫർ. മീലാദുൻ നബി ചരിത്രത്തിൽ ആദ്യമായി ഔദ്യോഗികമായി ആഘോഷിക്കാൻ ആരംഭിച്ച മുളുഫർ രാജാവ് അഥവാ ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിനായി പടപൊരുതിയ ആർബിലിന്റെ രാജാവ് മുനാഫറുദ്ദീൻ ഗോക്ബൂരി. റബീന്റെ വസന്തത്തിൽ പരമകാരുണികൻ അവന്റെ ദൂതന്റെ ആശിക്കിന് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി പോരാടിയ മഹാനായ തുർക്കിയുടെ ഇസ്സത്ത് അവൻ ഉയർത്തപ്പെടുമാറാകട്ടെ.